ഭോജശാലയിലേക്ക് ഭക്തരുടെ ഒഴുക്ക്. ഭക്തർ സന്തോഷത്തിന്റെ നറുകയിൽ. എത്രയോ കാലത്തിന് ശേഷമാണ് യാതൊരു തടസ്സവുമില്ലാതെ വാഗ്ദേവി ദർശനത്തിന് ഞങ്ങൾക്ക് അനുമതി ലഭിക്കുന്നത്. കോടതി വിധി മഹത്തായതാണ്. ഇനി ഞാൻ എന്നും ഇവിടെ എത്തും. ഒരു ഭക്തയുടെ വാക്കുകളാണത്. ഇത്രയും സന്തോഷമുണ്ടായ ദിവസമില്ല. ഹിന്ദു സമൂഹം കാലങ്ങളായി ക്ഷേത്രം തുറന്നു കിട്ടാനുള്ള പ്രക്ഷോഭത്തിലായിരുന്നു. എൻ്റെ 4 സഹോദരന്മാരിൽ 3 പേരും ഈ പ്രക്ഷോഭങ്ങളിലാണ് ബലിദാനികളായത്. അവരുടെയും എണ്ണമറ്റ മറ്റ് പ്രക്ഷോഭകാരികളുടെയും ശ്രമങ്ങളുടെ ഫലമായാണ് ഭോജശാലയിലെ മാ സരസ്വതി മന്ദിർ തുറന്നു കിട്ടിയത്. വെള്ളിയാഴ്ചയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി ഇൻഡോർ ബെഞ്ച് ഭോജശാലയിലെ കമൽ മൗലാന മോസ്ക് സരസ്വതി ക്ഷേത്രവും സംസ്കൃത പാഠശാലയുമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഭോജരാജന്റെ കാലത്ത് സ്ഥാപിച്ച ക്ഷേത്രം തകർത്ത് അതിന്റെ തൂണുകൾ അടക്കം ഉപയോഗിച്ചാണ് മോസ്ക് പണിതത്. 2003 ഇവിടെ പുരാവസ്തു വകുപ്പ് നമാസ് അനുവദിക്കുകയും ക്ഷേത്ര ദർശനം നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഒരു സരസ്വതി ക്ഷേത്രം പള്ളിയാക്കിയ ചരിത്രമാണ് മധ്യപ്രദേശിലെ വിവാദമായ ഭോജശാല മന്ദിരത്തിനുള്ളത്. പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ കെ മുഹമ്മദ് ഏതാനും നാളുകൾക്ക് മുൻപ് നടത്തിയ ഈ പ്രസ്താവന വീണ്ടും ചർച്ചയാവുകയാണ്. തന്നെയുമല്ല, പള്ളിയായി മാറിയ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ തിരിച്ച് ആവശ്യപ്പെടുമ്പോൾ മുസ്ലിങ്ങളെ എതിർക്കരുത് എന്ന് പറയുന്നതിന്റെ പിന്നിലെ കാരണം കൂടി വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം. മുസ്ലിം പള്ളികൾക്ക് മുഹമ്മദ് നബിയുമായി ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അവ മാറ്റുമ്പോൾ മുസ്ലിങ്ങൾ വാശി പിടിക്കരുത്. അതേസമയം ക്ഷേത്രങ്ങൾ അങ്ങനെയല്ല. അവ ശ്രീകൃഷ്ണനും ശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മധ്യപ്രദേശിലെ വിവാദമായ ഭോജശാല മന്ദിരം ക്ഷേത്രമായിരുന്നു എന്ന് പ്രമുഖ പുരാവസ്തു ഗവേഷകൻ കെ മുഹമ്മദ്. മസ്ജിദ് സമുച്ചയം സരസ്വതി ക്ഷേത്രമായിരുന്നു എന്നും പിന്നീട് അത് ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റിയതാണ് എന്നും കെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും കോടതിയുടെ വിധി അനുസരിക്കണമെന്നും 91-ലെ ആരാധനാലയ നിയമത്തെ മാനിക്കണമെന്നും അദ്ദേഹം തന്റെ ഒരു കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ്. മഥുരയിലും കാശിയിലുമുള്ള ഹിന്ദുക്കളുടെ വികാരം മുസ്ലിങ്ങളും മാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭോജശാലയെ സംബന്ധിച്ച ചരിത്രപരമായ വസ്തുത എന്ത് എന്നാൽ അതൊരു സരസ്വതി ക്ഷേത്രമായിരുന്നു. അതൊരു ഇസ്ലാമിക പള്ളിയാക്കി മാറ്റി. സമുച്ചയം സരസ്വതി ക്ഷേത്രമായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല എന്നാണ് അന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ ആർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നും ചെയ്യരുത് എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. എല്ലാ വസ്തുതകളും പരിഗണിച്ച് ഹൈക്കോടതി തീരുമാനമെടുക്കും. അത് എല്ലാവരും പാലിക്കണം. അത് മാത്രമേ പരിഹാരമാകൂ. മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ വികാരങ്ങൾ മനസ്സിലാക്കണം. മറിച്ചും കാശി ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഥുര ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാണ്. ഹിന്ദുക്കൾക്ക് അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പള്ളികളാണ്. അവ നബിയുമായോ നേരിട്ടോ ബന്ധമില്ലാത്തതാണ്. അവർക്ക് പള്ളികൾ മറ്റെവിടെയെങ്കിലും മാറ്റാം. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദേവതയായ മാതാ സരസ്വതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ചരിത്രപരമായ ക്ഷേത്രമാണ് ഭോജശാല. പർമുർ രാജവംശത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയും വിദ്യാഭ്യാസത്തിന്റെയും സാഹിത്യത്തിന്റെയും ഭക്തനുമായ രാജ ഭോജ് ഒരു കോളേജ് സ്ഥാപിച്ചു. അത് ഭോജശാല എന്നറിയപ്പെടുകയും വിദൂര ദിക്കുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും ചെയ്തു. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലാണ് മാതാ സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് അന്നത്തെ രാജ്ഭോജിന്റെ തലസ്ഥാനമായിരുന്നു. സംഗീതം, സംസ്കൃതം, ജ്യോതിശാസ്ത്രം, യോഗ, ആയുർവേദം, തത്വചിന്ത ഇത് പഠിക്കാൻ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും ബുദ്ധിജീവികളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു ഭോജശാല. എന്നാൽ ക്ഷേത്രം തകർത്ത ശേഷം മുസ്ലിം ജേതാക്കൾ സ്ഥാപിച്ച കമൽ മൗലാന മസ്ജിദിൽ ഭോജശാലയുടെ അവശിഷ്ടങ്ങളുണ്ട്. മസ്ജിദിൽ ഉപയോഗിച്ചിരിക്കുന്ന കൊത്തുപണികളുള്ള തൂണുകൾ തന്നെയാണ് ഭോജശാലയിലും ഉപയോഗിച്ചിരിക്കുന്നത്. മസ്ജിദിന്റെ ചുവരുകളിൽ പതിച്ചിരിക്കുന്ന കൊത്തുപണികളുള്ള ശിലാഫലകങ്ങളിൽ വിലപ്പെട്ട സൃഷ്ടികൾ അടങ്ങിയിട്ടുണ്ട്. ഈ ലിഖിതങ്ങൾ സംസ്കൃത വ്യാകരണത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പോകുന്നു. അതുകൂടാതെ ചില ലിഖിതങ്ങൾ രാജ്ഭോജിന് ശേഷം വന്ന ചക്രവർത്തിമാരെ വാഴ്ത്തുന്നു. ക്ലാസിക്കൽ സംസ്കൃതത്തിൽ നാടക രചനകളുള്ള ലിഖിതങ്ങളുമുണ്ട്. AD 11-12 നൂറ്റാണ്ടുകളിലെ അക്ഷരങ്ങളാൽ ഈ ലിഖിതങ്ങൾ ശ്രദ്ധേയമാണ്. AD 1305, 1401, 1514 വർഷങ്ങളിൽ മുസ്ലിം രാജാക്കന്മാർ ഭോജശാലയിലെ മഹത്തായ ക്ഷേത്രവും വിദ്യാകേന്ദ്രവും ആവർത്തിച്ച് തകർത്തു. AD 1305 മുസ്ലിം സ്വേച്ഛാധിപതി അലാവുദ്ദീൻ ഖിൽജി ആദ്യമായി ഭോജശാല നശിപ്പിച്ചു. എന്നാലും ഇസ്ലാമിക അധിനിവേശ പ്രക്രിയ ആരംഭിച്ചത് 36 വർഷങ്ങൾക്ക് മുൻപ് 1269 AD കമൽ മൗലാന എന്ന മുസ്ലിം ഫക്കീർ മാൾവയിൽ എത്തിയതോടെയാണ്. നിരവധി ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കമൽ മൗലാന വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. 36 വർഷം അദ്ദേഹം മാൾവ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് അലാവുദ്ദീൻ ഖിൽജിക്ക് കൈമാറുകയും ചെയ്തു. ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് ഖിൽജി ഭോജശാലയിൽ 1200 ഹിന്ദു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൂട്ടക്കൊല ചെയ്തു എന്നാണ് വിവരങ്ങൾ. ക്ഷേത്ര സമുച്ചയം തകർത്തു. അതേ കമൽ മൗലാനയുടെ പേരായിരുന്നു പള്ളിക്കുണ്ടായിരുന്നത്. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച സ്ഥലത്ത് നിസ്കരിക്കാൻ അനുമതി നൽകുന്ന ASIയുടെ 2003 ഉത്തരവും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ.